ചേച്ചി സുഖല്ലേ? ഓ സുഖം ചോദിക്കാൻ കണ്ട നേരം നീ നാളെ അമ്മേന്റെ മോളെയും കാര്യം പോക്ക. ദുബായ് ഖാദർ നാളെ വരെയാണ് എടുക്കും. ഖാദർ വന്ന അമ്മേനെ കൊടലെടുക്കും. ഇനിയും ഒഴിഞ്ഞ നീ എന്റെ മോളാന്നുള്ളത് ഞാൻ അങ്ങ് മറക്കും. അയാളെ വീട് വൃത്തിയാക്കി വെക്കാൻ നമുക്ക് എല്ലാ മാസം പൈസ വെച്ചിരുന്നു. എന്നിട്ട് അമ്മ തിരിഞ്ഞു നോക്കീനാ? ഇപ്പൊ ആ വീടിന്റെ കോല അയാള് കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ മോളെ കദീസുമ്മ മനസ്സിൽ ഭാർഗവീരലേ ആയിട്ടുണ്ട്. എന്നാലും എന്തിനായിരിക്കും അയാള് നാളെ തന്നെ ഇങ്ങ് വരുന്നത്? പോയിട്ടൊരു 5 കൊല്ലം 6 അത്രയല്ലേ ആയിട്ടുള്ളൂ. ഓന്റെ നമ്പറിനകത്ത് കൊറേ മെസ്സേജ് അയച്ചു. ഖാദർ കൂതറ തിരിഞ്ഞു നോക്കിക്ക. എന്നിട്ടാണ് ഞാൻ എന്റെ ഫോണിൽ ഒരു ഹായ് അയച്ചു. ഓൺ ദ സ്പോട്ട് ഹായ് ഹൂയിന്ന് പറഞ്ഞ ഒരു 10-25 മെസ്സേജ്. ആ ഭാർഗവ നിലയത്തിന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിനാ. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തിട്ട് അതല്ലേ കുറ്റിയും പറിച്ചിങ്ങ് വരുന്നത്. അയാൾ എത്തുന്നതിന് മുന്നേ എങ്ങനെയാ വീട് വൃത്തിയാക്കല്? നമ്മളെ രണ്ടാളെ കൊണ്ടൊന്നും ഓടൂല. ഐഡിയ. ഇതെന്തെന്ന് പറയുവായോ? നമുക്ക് ഡസ്റ്റിനോ ക്ലീനിങ് സൊല്യൂഷനിൽ വിളിക്കാം. അവര് വന്നിട്ട് വീട് പണങ്ക് പോലെ ക്ലീൻ ആക്കി തരൂ. അതിന് അവരെപ്പെത്താനാ? അവര് കണ്ണൂരുണ്ട്. ഒറ്റ കൊള്ള ഫുൾ സെറ്റപ്പ് ആയിട്ട് അവര് പറന്നെത്തും. നിന്നോടാരാ പറഞ്ഞേ? കാവ്യ. അതിന് ഓള് പാലക്കാടല്ലേ? ഡസ്റ്റിനോ കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുണ്ട്. മുത്തപ്പൻ കാത്ത്. വെറും അടിച്ചു വാലും തുടക്കലും അല്ല, സോഫയും ഇന്റീരിയറും ഇന്റർലോക്കലും അവര് ക്ലീൻ ആക്കും. നിന്റെ എല്ലാം ലൊട്ടയും തുടങ്ങാൻ കാരണം എനിക്ക് നഷ്ടം ഏറെന്തെങ്കിലും ലാഭമാണ്. എന്റെ നഷ്ടം നിർത്തിട്ട് നീ എല്ലാം പോയാൽ മതി. കൊണ്ടാണ് അടിക്കാൻ പൈസ.